വീട്ടിലിരിക്കണോ വീട്ടിലിരിക്കാം, അവൾക്ക് പള്ളിയിൽ വന്ന് നമസ്കരിക്കണോ നമസ്കരിക്കാം, വീട്ടിലിരുന്ന് നിസ്കരിച്ചാൽ മതിയോ അവൾക്ക് വീട്ടിലിരുന്നാലും നിസ്കരിക്കാം. അങ്ങനെ അവളുടെ ആഗ്രഹത്തിനും ഒരു തടസ്സവും വരാത്ത രീതിയിൽ അവർക്ക് നൽകിയ സ്വാതന്ത്ര്യത്തിന്റെ വലിയ വലിയ തലങ്ങൾ നമ്മൾ ഇസ്ലാമിക ചരിത്രത്തിൽ കണ്ടതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇങ്ങനെയാണ് നമ്മളെ വളർത്തിയത്. എന്നിട്ടും തീർന്നില്ല. പ്രവാചകൻ മരണാസന്നനായി കിടക്കുന്ന സമയത്ത് പ്രവാചകന്റെ ഒരാധി എന്തായിരുന്നു? എന്റെ കാലശേഷം ഈ സ്ത്രീകളുടെ അവസ്ഥ എന്തായി മാറും? പ്രവാചകന്റെ ആദിയ. നിങ്ങൾ ആലോചിച്ചൊക്കെ, മരണാസന്നനായി കിടക്കുന്ന ഏത് സാമൂഹ്യ പ്രവർത്തകനും പിന്നെ അവനവന്റെ കാര്യം ആലോചിക്കുക. അതിൽ നിന്ന് വേറിട്ട ഒരു വ്യക്തിത്വം ഈ ലോകത്തുണ്ടെങ്കിൽ അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമാണ്. എന്നിട്ട് പ്രവാചകൻ, ആ മരണാസന്നനായ പ്രവാചകൻ മിമ്പറിൽ കയറി പറയുന്ന ഒരു വർത്തമാനം, നിങ്ങൾ സ്ത്രീകളുടെ കാര്യത്തിൽ അല്ലാഹുവിനെ ഭയപ്പെടണം. നിങ്ങളിൽ ഏറ്റവും മാന്യനാരാണെന്ന് അറിയാമോ? സ്ത്രീകളോട് മാന്യമായി പെരുമാറുന്നവനാണ്. അങ്ങനെ ഒരു പുരുഷന്റെ കോണ്ടക്ട് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്, സ്വഭാവ സർട്ടിഫിക്കറ്റ്, സ്ത്രീയോടുള്ള പെരുമാറ്റത്തിന്റെ അടിസ്ഥാനത്തിലേക്ക് മാറ്റിയ പ്രവാചകനെ നമുക്കറിയണം. പക്ഷേ നിർഭാഗ്യവശാൽ മുസ്ലിം സ്ത്രീ സമൂഹം പ്രവാചകനെ ഈ അർത്ഥത്തിൽ മനസ്സിലാക്കിയോ എന്നത് നമ്മൾ ആലോചിക്കേണ്ട വസ്തുതയാണ്. നമുക്ക് ഇസ്ലാം തന്ന സ്വാതന്ത്ര്യം നമ്മൾ അനുഭവിക്കാതിരിക്കാൻ അവരെന്ത് ചെയ്തു? ഇസ്ലാം സ്ത്രീക്ക് സ്വാതന്ത്ര്യം നൽകുന്നില്ല എന്ന് സ്വാതന്ത്ര്യം നൽകിയ അന്ന് മുതൽ പറഞ്ഞുകൊണ്ടേയിരുന്നു. വിശുദ്ധ ഖുർആൻ പഠിക്കാത്ത മുസ്ലിം സ്ത്രീകൾ, വിശുദ്ധ ഖുർആനിനെ മനസ്സിലാക്കാത്ത മുസ്ലിം സമുദായം അതൊക്കെ ഏറ്റുപറഞ്ഞു. അങ്ങനെ നമ്മൾ അനുഭവിക്കേണ്ട സ്വാതന്ത്ര്യത്തെ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയും പ്രവാചകനും ഈ ജീവിതത്തിൽ നമുക്ക് തന്ന ആദരണീയതയും പവിത്രതയെയും നമ്മൾ തന്നെ കളഞ്ഞു കുളിക്കുന്നതാണ് യഥാർത്ഥത്തിൽ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ, നമ്മൾ ഈ വിഷയത്തിൽ നന്നായി പ്രവാചകന്റെ അധ്യാപനങ്ങളെ ആരെതിർക്കുമ്പോഴും അതിന്റെ പിന്നാലെ പോകലല്ല നമ്മുടെ പണി. വിശുദ്ധ ഖുർആൻ ആത്മാർത്ഥതയോടെ പഠിക്കുക എന്നതാണ്. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. വിശുദ്ധ ഖുർആനിൽ എന്താണ് പറയുന്നത് എന്ന് ഞാൻ പഠിക്കാതെ, വിശുദ്ധ ഖുർആൻ എന്താണ് അതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത് എന്ന് ഞാൻ മനസ്സിലാക്കുകയോ ചിന്തിക്കുകയോ ചെയ്യാതെ ഏതോ ഒരാളുടെ വാക്കുകൾ കേട്ട് അതിന്റെ പിന്നാലെ പോകുന്നവന്റെ പേരല്ല മുസ്ലിം. അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് കഴിയണം. ഇവിടെ ഇരിക്കുന്നത് സഹോദരീ സഹോദരന്മാരാണ്, ഒരു കുടുംബത്തിന് അടിത്തറ പാകിയവരായ എല്ലാവരും. അതുകൊണ്ട് നമ്മുടെ വീടകങ്ങൾ വരെ ഈ വിശുദ്ധ റമദാനിലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ നമ്മളെ എങ്ങനെയാണ് ഈ റമദാനിനെ എതിരേൽക്കേണ്ടത് എന്നതുകൂടി നമ്മളൊന്ന് ആലോചിച്ച് വീടിനകത്ത് എല്ലാവരും കൂടി ഇരുന്ന് തീരുമാനമെടുക്കുന്ന രീതിയിലേക്ക് നമ്മൾ മാറണം. ആലോചിച്ച് നോക്ക്, നല്ലൊരു കുടുംബത്തെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ടല്ലോ. അന്ത്യനാളിൽ വിശുദ്ധ ഖുർആൻ അതിനെ കുറിച്ച് പറയുന്നത്, നമ്മൾ സ്വർഗീയാരാമങ്ങൾ നമുക്കറിയാം. അവിടേക്ക് അവർ വിശ്വാസികൾ പ്രവേശിക്കും. വിശ്വാസികളെ ഞാൻ സ്വർഗത്തിൽ പ്രവേശിക്കാം. ആരൊക്കെയാ കൂടെ പ്രവേശിക്കുന്നത്? ആ വിശ്വാസി സമൂഹം സ്വർഗത്തിലേക്ക് കടക്കുമ്പോൾ അവരുടെ കൂടെ കടക്കുന്നത് അവരുടെ സച്ചരിതരായ മാതാപിതാക്കൾ, അവരുടെ സ്വാലിഹായ ഇണകൾ, അവരുടെ സ്വാലിഹായ സന്താനങ്ങൾ. അപ്പൊ ഒരു കുടുംബം ഒന്നടങ്കം ആ സ്വർഗലോകത്തേക്ക് പ്രവേശനം നേടുന്നത് ഒറ്റ കണ്ടീഷനെ ഖുർആൻ പറഞ്ഞിട്ടുള്ളൂ, സ്വാലിഹായിരിക്കണം എന്നതാണ് ആ കണ്ടീഷൻ. ആലോചിച്ച് നോക്ക്, സ്വാലിഹാവുക, നമ്മുടെ ഇണ സ്വാലിഹായിരിക്കണം, നമ്മുടെ മക്കൾ സ്വാലിഹ്യങ്ങളായിരിക്കണം, നമ്മുടെ മാതാപിതാക്കൾ സ്വാലിഹ്യങ്ങളായിരിക്കണം. അപ്പൊ അവരെല്ലാവരും കൂടാക്കാനുള്ള അള്ളാഹുവിന്റെ ഒരു വഴിയാണ് യഥാർത്ഥത്തിൽ വിശുദ്ധ റമദാൻ എന്ന് പറയുന്നത്. ഞങ്ങളുടെ നാട്ടിൽ ഒരു നടക്കുന്ന ഒരു സംഗതി ഉണ്ട്. റമദാൻ ആയാൽ റമദാനിന്റെ മുന്നേ സ്ത്രീകൾ വീടൊക്കെ വൃത്തിയാക്കും. നമ്മളെ വീട്ടിലെ ആൺകുട്ടികളൊക്കെ എന്താ ചെയ്യാന്ന് വെച്ചാല്, നല്ല കുറെ മുറ്റുള്ള വീടുകളൊക്കെ സെലക്ട് ചെയ്ത് അവിടുത്തെ പുല്ലൊക്കെ ചെത്തി അവിടെ ഒരു ബാഡ്മിന്റൺ കോർട്ടൊക്കെ റെഡിയാക്കും. എന്തിനാണ്? രാത്രി പകലാക്കാണ്. പിന്നെ അവിടെ 2 നല്ല ട്യൂബൊക്കെ വെച്ച് ഉഷാറാക്കി പിന്നെ പുലരുവോളം ബാഡ്മിന്റൺ കളിക്കുക, വണ്ടിമ കറങ്ങുക. എന്നിട്ട് അത്താഴം കഴിഞ്ഞ് സുബഹി നമസ്കരിച്ചിട്ട് ഉറങ്ങും. മോനെ എണീച്ചില്ലേന്ന് ചോദിച്ചാൽ ഉമ്മാക്ക് സമാധാനമാണ്. ഇനിയിപ്പോ ഓൻ എണീച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല, നീ ദോഹ നിസ്കരിക്കാനല്ലേ, അതൊരു 3 മണിയാകുമ്പോഴത്തേനും ഓൻ എണീച്ച് ദോഹറൊക്കെ നിസ്കരിച്ചോളും. ഇതാണ് ഞങ്ങൾ പൊന്നാനിയിലെ ഒരു സിസ്റ്റം ഞാൻ പറഞ്ഞതാണ്.
തീരുമാനമെടുക്കണം, മക്കളോട് പറയണം, ഇണയോട് പറയണം. ഇതാണ് അള്ളാന്റെ കണ്ടീഷൻ. സ്വാലിഹായാൽ നമ്മൾ ഒരുമിച്ച് സ്വർഗത്തിലാണ്. ഇത് നമ്മുടെ സ്വപ്നമാണ്. ആ സ്വപ്നത്തിലേക്ക് നടന്നെടുക്കുവാനുള്ള ഒരു വഴിയായി അള്ളാഹു ഇതാ അവന്റെ ഒരു ഗിഫ്റ്റായിട്ട് റമദാൻ നമ്മുടെ മുന്നിലേക്ക് ഇട്ടു തരുന്നു. നമ്മളെല്ലാവരും പ്രാർത്ഥനയിൽ ഒരുമിച്ചുണ്ടാകണം, നമ്മൾ ആരാധനകളിൽ ഒരുമിച്ചുണ്ടാകണം. ഭക്ഷണമേശയ്ക്ക് ചുറ്റും ഒരുമിച്ചുണ്ടാകുന്നത് പോലെ ഇത് ഈ റമദാനിലെ നമ്മുടെ തീരുമാനമാണ് എന്ന് കൂട്ടമായി തീരുമാനമെടുക്കാൻ നമ്മുടെ വീടിനകത്ത് കഴിയണം. വീടിനകത്ത് അങ്ങനെ കഴിയണം. അവിടെയാണ് മക്കളെ സ്വാലിഹാക്കുന്ന പ്രക്രിയകൾ നടക്കേണ്ടത്. ഇണകൾ തമ്മിൽ പലതും ഇങ്ങോട്ടും അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ച് വർത്തമാനം പറയേണ്ട ഇടം അവനവന്റെ വീടിന്റെ അകമായിരിക്കണം. എന്നിട്ട് വിശുദ്ധ ഖുർആൻ പറയാൻ എല്ലാവരും പ്രവേശിക്കും. എല്ലാവരും പ്രവേശിക്കുമ്പോ വെറുതെ പ്രവേശിക്കുന്നല്ല, മലക്കുകളും അവരുടെ കൂടെ പ്രവേശിക്കും. ഇപ്പൊ ഞാന് സുഹൈബ് മൗലവിയൊക്കെ ഇവിടെ ഗസ്റ്റ് ആയിട്ട് വന്നതാണ്. ഞങ്ങളെ സ്വീകരിക്കാൻ ആളുകളുണ്ട്. ആരും ഇല്ലെങ്കിൽ ഞങ്ങൾ അന്തം വിട്ടു പോകുമല്ലോ. കാരണം ഞങ്ങൾക്ക് ഈ സ്ഥലം അറിയില്ല, ഏത് വീട്ടിലേക്കാ പോകേണ്ടതെന്ന് അറിയില്ല. അപ്പൊ നമ്മളെ ക്ഷണിച്ച ആളുകൾ സ്വീകരിക്കാൻ നിൽക്കുമ്പോ നിങ്ങൾ ആലോചിച്ചോട്ടെ, നമ്മുടെ മനസ്സിലൊരു സന്തോഷം, ആശ്വാസം, സമാധാനമൊക്കെ ഉണ്ടാവും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ ജീവിച്ച് അള്ളാഹു അനന്തരമായി തരാമെന്ന് പറഞ്ഞ സ്വർഗ്ഗലോകത്തേക്ക് വിശ്വാസി സമൂഹം എത്തുമ്പോ അള്ളാഹു പറഞ്ഞേക്കാം മലക്കുകളെ, മലക്കുകളും അവരുടെ കൂടെ പ്രവേശിക്കും. എല്ലാ വാതിലുകളിലൂടെയും, സ്വർഗത്തിന്റെ എല്ലാ വാതിലുകളിലൂടെയും ആ മലക്കുകൾ പ്രവേശിക്കും. വെറുതെ പ്രവേശിക്കല്ല. സലാമുൻ അലൈക്കും, സലാമുൻ അലൈക്കും, നിങ്ങൾക്ക് സമാധാനം. ബിമാ സ്വബർത്തും, നിങ്ങൾ ക്ഷമിച്ചതുകൊണ്ട്. നമ്മൾ അങ്ങനെ കുടുംബം ഉണ്ടാക്കിയെടുക്കാൻ, മക്കൾ സ്വാലിഹാകാൻ, ഇണ സ്വാലിഹാകാൻ, മാതാപിതാക്കളൊക്കെ സ്വാലിഹീങ്ങളാകാൻ നമ്മൾ കുറെ ത്യാഗം സഹിച്ചിട്ടുണ്ടാകും, കുറെ ക്ഷമിച്ചിട്ടുണ്ടാകും. അങ്ങനെ ക്ഷമയുടെയും സഹനത്തിന്റെയും ത്യാഗത്തിന്റെയും പരസ്പരമുള്ള വിട്ടുവീഴ്ചയുടെയും ഒക്കെ ഒടുവിലാണ് നമ്മൾ അവിടെ എത്തിച്ചേരുന്നത്. സലാമുൻ അലൈക്കും ബിമാ സ്വബർത്തും. അവസാനിപ്പിക്കുകയാണ്, ആയത്തുകൾ അവസാനിക്കുന്നു. എത്ര നല്ലൊരു ഭവനമാണെന്ന് അറിയാമോ സ്വർഗത്തിൽ നമ്മൾ ഉണ്ടാക്കാൻ പോണ ഭവനം? ഇതിലേക്കാണ് നമ്മൾ എത്തേണ്ടത്. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നിട്ടുള്ള ഈ അസുലഭാവസരം നമ്മൾ പാഴാക്കാൻ പാടില്ല. വ്യക്തികൾ ഒറ്റയ്ക്കൊറ്റയ്ക്ക് അതിന്റെ നന്മകളിലേക്ക് പോകുകയല്ല, നമ്മൾ ഒരുമിച്ച് കൂട്ടമായി കുടുംബത്തോടെ. നമ്മുടെ വീട്ടില് സ്ത്രീകൾക്ക് തറാവീഹിന് പോകാൻ അവസരമുണ്ടെങ്കിൽ അവരെ കൂടി കൂട്ടണം. അതല്ല, പ്രായമായ മാതാപിതാക്കളൊക്കെ ഉണ്ടെങ്കിൽ അവരെന്ത് ചെയ്യണം? വീട്ടിനകത്ത് തറാവീഹ് നമസ്കരിക്കണം. എല്ലാ ജോലിയും കഴിഞ്ഞ് ഉറക്കം തൂങ്ങിയിട്ട് ഇങ്ങനെ പോയി നമസ്കരിക്കല്ല, നല്ല ഉഷാറുള്ള സമയത്ത് അത് നമസ്കരിച്ച് ആരാധനാ കാര്യങ്ങളിൽ ഊർജ്ജസ്വലരാക്കാൻ വിശ്വാസിനി സമൂഹം കൂടി ശ്രദ്ധിക്കണം എന്നാണ് ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ റമദാൻ എന്ന് പറഞ്ഞാൽ വ്യക്തികളുടെ സംസ്കരണം എന്നതിനോടൊപ്പം തന്നെ നമ്മുടെ കുടുംബത്തിന്റെ സംസ്കരണം, അതുപോലെ സമൂഹത്തിന്റെ ഒരു സംസ്കരണം കൂടി നടത്താൻ കഴിയുന്ന രൂപത്തിലായിരിക്കണം. അവിടെയാണ് നമ്മൾ ഈ പറഞ്ഞതുപോലെയുള്ള എല്ലാ അർത്ഥത്തിലുള്ള നമ്മുടെ സംഘടനാപരമായ പക്ഷപാതിത്വങ്ങൾ ഉണ്ടാകും. നമുക്ക് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും. ചില കാര്യങ്ങളിൽ ചിലർ പറയുന്നതിനോട് നമുക്ക് യോജിക്കാൻ സാധിക്കാത്ത കാര്യങ്ങൾ ഉണ്ടാകും. അതൊക്കെ തീർത്തും ശാഖാപരമായ കാര്യങ്ങൾ മാത്രമാണെന്നും അടിസ്ഥാനപരമായി നമ്മളെല്ലാവരും ഒരേ മതത്തിന്റെ, ഒരേ പ്രത്യയശാസ്ത്രത്തിന്റെ, ഒരേ ദീനിന്റെ വക്താക്കളാണ് എന്ന ആ ഒരു അടിസ്ഥാനപരമായ പ്ലാറ്റ്ഫോമിലേക്ക് കടന്നു വരാൻ, അതനുസരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ, അങ്ങനെ ആളുകളുടെ മുമ്പിൽ, ഇസ്ലാമിനെ അറിയാത്തവരുടെ മുമ്പിൽ, ഇസ്ലാമിനെ പേടിയോടുകൂടി ആളുകൾക്ക് ചിത്രീകരിച്ച് മനസ്സിലാക്കി കൊടുക്കുന്നവരുടെ മുമ്പിൽ ഇസ്ലാമിന്റെ അതിമനോഹരമായ പാഠങ്ങൾ, അവർക്ക് ആകർഷിക്കാൻ പോന്ന അതിന്റെ നിയമവശങ്ങൾ, അതിന്റെ സ്വഭാവ ഗുണങ്ങൾ, അതിന്റെ ജീവിതചര്യകൾ ആളുകൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നതിനേക്കാൾ ഉപരി പ്രവാചകനെ പോലെ തന്നെ ജീവിതം കണ്ടുകൊണ്ട് അവർക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു അവസ്ഥാവിശേഷം, ഒരു സാമൂഹ്യ ചുറ്റുപാട്, ഒരു കുടുംബപരമായ ചുറ്റുപാട് ഉണ്ടാക്കിയെടുക്കാൻ വിശ്വാസി സമൂഹം ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും നമ്മൾ ഒന്നുകൂടി ഉണരേണ്ട കാലമാണ് എന്ന് മനസ്സിലാക്കണം. കാരണം ഒളിഞ്ഞും തെളിഞ്ഞും
ഇസ്ലാമിനെതിരെ ഒളിയം പെയ്യുവാൻ, ഒളിഞ്ഞും തെളിഞ്ഞും ഇസ്ലാമിന്റെ ശത്രുക്കൾ പണിയെടുത്തുകൊണ്ടിരിക്കുന്നത് ഇതിൽ നിന്ന് ആളുകളെ മാറ്റുവാനാണ്. പുതിയ തലമുറയ്ക്ക് ഇസ്ലാമിനെ കുറിച്ച് സംശയങ്ങൾ ജനിപ്പിക്കുക, പുതിയ തലമുറയെ ഇസ്ലാമിൽ നിന്ന് അടർത്തി മാറ്റുക, അവരുടെ ശരീരത്തിൽ, അവരുടെ സ്വഭാവത്തിൽ, അവരുടെ ജീവിതചര്യയിൽ ഇസ്ലാമിന്റെ ചിഹ്നങ്ങളെ ഇല്ലാതാക്കുക. ഇതിനൊക്കെ വേണ്ടി ഒരു ഭാഗത്ത് പണിയെടുക്കുമ്പോൾ നമ്മൾ ഒറ്റക്കെട്ടായി ഇസ്ലാമിക സമൂഹത്തിന്റെ ഇസ്സത്ത് ഉയർത്തിപ്പിടിക്കുന്ന രൂപത്തിൽ അതിനു വേണ്ട പണികൾ എടുക്കേണ്ട ഒരു കാലഘട്ടം കൂടിയാണ്, ഒരു സമയം കൂടിയാണ് നമ്മുടെ മുന്നിലേക്ക് വരുന്നത് എന്ന ബോധത്തോടു കൂടി നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം. അതിന് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പാലക്കാട് ജില്ല സംഘടിപ്പിച്ച ഈ ഖുർആൻ സമ്മേളനത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം വളരെ സന്തോഷത്തോടെ, പ്രാർത്ഥനാ നിർഭരമായ മനസ്സോടെ നിങ്ങളെ എല്ലാവരെയും സാക്ഷി നിർത്തി സർവശക്തനായ അല്ലാഹുവിന്റെ നാമത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇത് ഉദ്ഘാടനം ചെയ്തതായി ഞാനിവിടെ അറിയിക്കുന്നു. നമുക്ക് വിശുദ്ധ ഖുർആൻ പഠിച്ച് മനസ്സിലാക്കി അതനുസരിച്ച് കഴിവിന്റെ പരമാവധി നമ്മുടെ ജീവിതത്തെ പാകപ്പെടുത്തിയെടുക്കുവാനുള്ള അറിവും കഴിവും വിവേകവും യഖീനുള്ള ഈമാനും പടച്ച തമ്പുരാൻ നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.